കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചില മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരിക്കുന്നത് നമ്മൾ കണ്ടു. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ CMPയുടെ CP ജോൺ UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ്, മന്ത്രി കൂടിയായിരുന്ന VS ശിവകുമാർ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലം CP ജോണിന് വിട്ടുകൊടുക്കാൻ ധാരണയായിരിക്കുന്നു എന്ന വാർത്ത അത്ര പെട്ടെന്നാരും വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും ശിവകുമാറിന് ഇപ്പോൾ തിരുവനന്തപുരമല്ല, നെയ്യാറ്റിങ്കര മണ്ഡലമാണ് താല്പര്യമുള്ളതെന്നും അതുകൊണ്ടാണ് തിരുവനന്തപുരം വിട്ടുകൊടുക്കുന്നതെന്നും പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കേണ്ടുന്ന കാര്യവുമില്ല. പക്ഷേ അത് കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സത്യം. അതായത് CP ജോൺ എന്ന് പറയുന്ന നേതാവിനെ വെറുമൊരു CMPക്കാരനായിട്ടല്ല കാണുന്നത്, ഒരു UDF നേതാവായിട്ടാണ്. കോൺഗ്രസിനും ലീഗിനും കേരള കോൺഗ്രസിനും എല്ലാവർക്കും ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, UDFന്റെ പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പില്ലാതെ എഴുതുകയുമില്ല. എങ്കിലും തിരുവനന്തപുരം സീറ്റിൽ അദ്ദേഹം എത്രത്തോളം അനുയോജ്യനാണ് എന്ന് പറയുമ്പോഴാണ് അതിൽ മാറ്റം വരുത്താൻ UDF ഒരു പക്ഷേ നിർബന്ധിതമായേക്കുന്നത്. അതായത് തിരുവനന്തപുരം ഒരു സാധാരണ മണ്ഡലമല്ല, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയാണ്. ശിവകുമാർ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ LDFന്റെ ആന്റണി രാജു ജയിച്ചാണ് നിലവിലെ അവസ്ഥയുള്ളത്. അതിനു മുൻപ് ആന്റണി രാജു ജയിച്ചിട്ടുണ്ട്. അതിനർത്ഥം VS ശിവകുമാറും ആന്റണി രാജുവും തന്നെയാണ് ഇപ്പോഴും ആ മണ്ഡലത്തിന്റെ ജനകീയ നേതാക്കന്മാർ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ 2021 ജയിച്ച ആന്റണി രാജു 48,000 പരം വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടു പിന്നിലായ VS ശിവകുമാർ 41,000 പരം വോട്ടുകൾ നേടി. ഒപ്പം തന്നെ BJPയുടെ നടൻ കൂടിയായ കൃഷ്ണകുമാർ 35,000 വോട്ടുകൾ നേടി. ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. ആന്റണി രാജു തന്നെയായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണയും വരുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. മാറാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ വേറെ ആളില്ല. എന്നാൽ ഇനി CP ജോണിന് UDF സീറ്റ് നൽകുകയാണെങ്കിൽ LDFും UDFും ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുള്ള ഒരു സംഭവം ഉയർന്നു വരും. അവിടെയാണ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് മുന്നിലേക്ക് വരാനുള്ള സാധ്യതയും മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ UDFന്റെ സ്ഥാനാർത്ഥി CP ജോൺ ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4,000 വോട്ടിന്റെ മാത്രം വ്യത്യാസമായിരുന്നു UDFും BJPയും തമ്മിലുണ്ടായിരുന്നത്. BJP 2ാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏകദേശം 22 വാർഡുകൾ ചേർന്നതാണ് ആ നിയമസഭാ മണ്ഡലം. പലയിടത്തും BJP ജയിച്ചതാണ്. BJP ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിലുള്ളത്. ആന്റണി രാജു മണ്ഡലത്തിൽ സുപരിചിതൻ എന്ന് മാത്രമല്ല, ജനകീയൻ കൂടിയാണ്. എല്ലാ കാര്യത്തിനും അദ്ദേഹം അവിടെ ഒപ്പമുണ്ടാകും. ശിവകുമാറും അതുപോലെ തന്നെയാണ്. അവർ തമ്മിൽ മത്സരിച്ചാൽ മാത്രമേ അത് പ്രവചനാതീതമാകുകയുള്ളൂ. എന്നാൽ ശിവകുമാറിന് പകരം CP ജോൺ വരുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിക്കാൻ സാധ്യതയേറുകയാണ്. അങ്ങനെ വരുമ്പോൾ BJP ആ മണ്ഡലം പിടിക്കാൻ, അവരുടെ വിജയം എളുപ്പമാക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പണമിറക്കി കളിക്കാൻ BJPക്ക് ഒരു ദാരിദ്ര്യവുമില്ല എന്നിരിക്കെ BJPയുടെ പ്രചരണത്തിന് മുൻപിൽ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ UDF കഷ്ടപ്പെടേണ്ടി വരും. ഏതായാലും CP ജോൺ നല്ല നേതാവും വ്യക്തിയുമൊക്കെ ആണ് എന്നുള്ളത് ശരി തന്നെയാണ്. ഏതെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങൾ നൽകി CP ജോണിനെ ജയിപ്പിച്ചെടുക്കണം എന്നുള്ളതും UDFന് അത്യാവശ്യമാണ്. അതിനായി തിരുവനന്തപുരം CP ജോണിനെ വെച്ച് പരീക്ഷിക്കുന്നത് UDFന് തീകൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമായിരിക്കും.